ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇതൊന്നും ഇപ്പൊ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിയത് അവളല്ലേ. ഇനിയും സന്ധ്യയുടെ വീട്ടിൽ കയറി വന്ന് സന്ധ്യയെ ഉപദ്രവിക്കാൻ അവൾക്ക് ധൈര്യം ഉണ്ടാവരുത്. അതിന് ഈ താലി സന്ധ്യയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയേ മതിയാവൂ. ഇന്ന് ആ ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ ഈ താലി സന്ധ്യയുടെ കഴുത്തിൽ അണിയിക്കും. പിന്നെ ഒരാളും സന്ധ്യയെ ഉപദ്രവിക്കാൻ വരില്ല. നന്ദ, ഇപ്പോഴും അവധിക നന്ദന്റെ ഭാര്യയെ. ആദ്യം ഡിവോഴ്സ് കഴിയട്ടെ, അത് കഴിഞ്ഞു മതി ഇതെല്ലാം. ആ ബന്ധം ഞാൻ വിട്ടു. എന്റെ മനസ്സിൽ ഭാര്യയുടെ സ്ഥാനത്ത് അവളിപ്പോ ഇല്ല. അവളെന്റെ ഭാര്യയല്ല. ഇതൊക്കെ പറയാൻ എളുപ്പം. റെസ്റ്റോറന്റിൽ വെച്ചുണ്ടായതും പിന്നെ ഇപ്പൊ സംഭവിച്ചതും ഒന്നും നിസ്സാരമല്ല. നിയമപരമായി നിങ്ങളുടെ ബന്ധം വേർപെടുത്തുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അത് പറ്റില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവളുടെ അഹങ്കാരത്തിന് ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ ആണായിട്ട് ജീവിക്കുന്നില്ല. എന്താ കാര്യം? നന്ദ, വണ്ടി നിർത്ത്. എന്തിന് നിർത്ത്, ഇല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് എടുത്ത് ചാടും. സന്ധ്യ, നന്ദ, നമുക്ക് തിരിച്ചു പോവാം. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്. സന്ധ്യ എന്തായി പറയുന്നത്? നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് എടുത്തു ചാട്ടോ. എനിക്ക് നന്ദനെ ഇഷ്ടമാണ്, നന്ദൻ എന്നെ ഇഷ്ടമാണ്. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം പിരിഞ്ഞിനി ജീവിക്കാനും പറ്റില്ല. പക്ഷെ ഇപ്പൊ നമ്മളിത് ചെയ്യുന്നത് ശരിയല്ല. നേരത്തെ ഞാനിത് പറഞ്ഞതല്ലേ. നന്ദൻ ഈ വാശി കളയണം. അവന്തികയെ പേടിച്ചിട്ടാണോ സന്ധ്യ ഇത് പറയുന്നത്? അല്ല, അച്ഛനെ പേടിച്ചിട്ട്. നന്ദന്റെ അവന്തികയുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് നന്ദന്റെ മുൻപിൽ കഴുത്ത് നീട്ടിത്തരാം. നന്ദന്റെ താലി സ്വീകരിക്കാം. മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും അത് സ്വീകരിച്ചതാ. അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മളിത് ചെയ്ത ഞാൻ പിന്നെ എങ്ങനെ അച്ഛനെ ഫേസ് ചെയ്യും? ഒരിക്കലും എനിക്ക് അച്ഛന്റെ മുൻപിൽ വന്ന് നിൽക്കാൻ സാധിക്കില്ല. അച്ഛനോട് ഞാൻ സംസാരിച്ചോളാം. അത് ശരിയല്ല നന്ദ. ഇപ്പൊ നന്ദൻ ഈ താലി എന്റെ കഴുത്തിൽ അണിയിച്ച ഇതിനുവേണ്ടി ഞാൻ നന്ദന്റെ കുടുംബം ഇല്ലാതാക്കിയതായിട്ട് വരും. അത് വേണ്ട. നിയമപരമായി അവരോടുള്ള എല്ലാ ബാധ്യതയും തീർത്തിട്ട് മതി നമ്മുടെ കല്യാണം. അപ്പോ ഇനി അവൾ വീട്ടിലേക്ക് കയറി വന്ന സന്ധ്യ ഉപദ്രവിച്ചാൽ